ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ ഒരു ചെറിയ യാത്രയിലുള്ള വിശേഷങ്ങളാണ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹാൻചോ നഗരത്തിലെ പീപ്പിൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. എൻ്റെ 2 കൂട്ടുകാരുമുണ്ട് എൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ ഒരുമിച്ച് വെറുതെ ഒന്ന് ഇതിൽ കൂടെ ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാർ താമസിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതവിടെ കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ബസ്സിലാണ്. ചൈനയിലെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്ന 2 മലയാളികൾ. ഹലോ മലയാളി. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഇത്രയും ജനസംഖ്യയുള്ള രാജ്യമല്ലേ, ഇവിടെ ഒരു കാറ് പോലും ഇല്ലേ എന്ന്. അങ്ങനെയല്ല കേട്ടോ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം എല്ലാം വിജനമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. വലിയ ഒച്ചപ്പാടും ബഹളങ്ങളും ഒന്നും നമുക്ക് ചൈനയിൽ അങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബസ് വരാൻ വേണ്ടി കാത്തു നിന്നു. അധികം ബസ്സൊന്നും ഇല്ല കേട്ടോ ഇതിലെ കൂടെ. കാരണം ഇപ്പോഴത്തെ കാലത്ത് ആരും ഇവിടെ ബസ്സിലൂടെ അങ്ങനെ യാത്ര ചെയ്യൽ കുറവാണ്. എന്തായാലും ഞങ്ങളുടെ ബസ് വന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. 2 RMB ആണ് ബസ്സിലിടേണ്ടത്. ആ ബസ്സിൽ ഈ ഒരു 2 RMB ഇട്ടിട്ടുണ്ട് അല്ലേ. നമുക്ക് ഈ ബസ് തുടങ്ങുന്നിടത്ത് നിന്ന് ഇതിൻ്റെ എൻഡിങ്ങിൽ വരെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റും. ഈ ബസ് പോകുന്നത് കുറച്ച് ഉൾഭാഗത്ത് കൂടെയാണ്, സിറ്റിയുടെ ഉള്ളിൽ കൂടെ അല്ല. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മിക്ക ബസ്സിലും 1 രൂപ 1 RMB മാത്രം ഇട്ടാൽ മതി. ആ 1 RMB ഇട്ടിട്ടുണ്ടെങ്കിൽ തുടങ്ങുന്നിടത്ത് നിന്ന് എൻഡിങ്ങിൽ വരെ യാത്ര ചെയ്യാം. പക്ഷേ ഇവിടെ 2 RMB ആണ്. എന്നാലും ഞങ്ങൾ ഇതിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കുറേ ഒരു എൻഡിങ്ങിൽ വരെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറിയതാണ്. നിങ്ങളെയും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചൈനയുടെ ഒരു റോഡിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ മരങ്ങളും പച്ചപ്പും നിറഞ്ഞ ഒരു നഗരത്തിലാണേലും വില്ലേജിലാണേലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഇതാണ്. 2 സൈഡിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് എത്രത്തോളം മനോഹരമായിട്ടാണ് ചൈന റോഡുകളെയും അവരുടെ സിറ്റികളെയൊക്കെ സംരക്ഷിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. അതുപോലെ തന്നെ ഈ ബസ്സുകൾ ബസ് സ്റ്റോപ്പിൽ ആളുണ്ടെങ്കിലും ഇല്ല എങ്കിലും, ഇതിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു മനുഷ്യർ പോലും നിൽക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഈ ബസ് സ്റ്റോപ്പിൽ ബസ് ഇതുപോലെ നിർത്തി ഡോറൊക്കെ തുറന്ന് കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടിട്ട് അവർ വണ്ടി എടുക്കുകയുള്ളൂ. എന്താലേ, അങ്ങനെയാണ് ഇവരുടെ ഒരു സിസ്റ്റം. അതുപോലെ തന്നെ ബസ്സിൽ കയറിയാലോ, ഡ്രൈവർ ബസ്സിൽ കയറിയ ആൾ ഇരുന്നോ എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ബസ് എടുക്കുകയുള്ളൂ. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീബ്ര ക്രോസിലെ ഏതെങ്കിലും ഒരു വ്യക്തി കാലെടുത്ത് വെച്ചാൽ അപ്പം ബസ് അവിടെ നിർത്തിയിടും കേട്ടോ. അതിനുശേഷം അവർ ക്രോസ് ചെയ്ത് പോയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ വേറൊരു കാര്യമുണ്ട്, പോയിൻ്റ് പോവുകയും ചെയ്യും. ക്യാമറകൾ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ, പോസിറ്റീവുള്ള കാര്യങ്ങളാണ് ചൈനയിലെ ബസ് യാത്രയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതൊരു ഉൾഭാഗത്തോട്ടാണ് ഈ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഉൾഭാഗങ്ങളും ഇതുപോലെയാണ്. മരങ്ങൾ നോക്കിയാൽ, മരങ്ങൾക്കൊക്കെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ. അതെന്തുകൊണ്ടാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മരങ്ങളൊക്കെ മറ്റു സ്ഥലത്തു നിന്ന് ഇവരിങ്ങനെ പറിച്ചു കൊണ്ടു തുടങ്ങും കേട്ടോ. അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങളൊരു ലേക്കിൻ്റെ സൈഡിൽ ഇറങ്ങി. വളരെ മനോഹരമായ ഒരു ലേക്കാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ഡാൻസൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ഉച്ച സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളതിലെ കുറേ നേരം നടന്നു കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നാണ്. ഈ ഒരു ഫിഷാണ് കഴിക്കാൻ വേണ്ടി വന്നത്. ഈ ഫിഷിൻ്റെ പേര് ലുയു ഫിഷ് എന്നാണ്. നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചൈനീസ് ഡിഷാണ് ഈ ഒരു ലുയു ഫിഷ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 150 RMB ആണ്. ഏകദേശം 1800 രൂപയോളം വില വരും കേട്ടോ. ഇത് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് ഇത് നമുക്ക് ഇന്ത്യൻസിൻ്റെയൊക്കെ ടേസ്റ്റിന് പറ്റുന്ന സാധനമാണ് കേട്ടോ. ആദ്യം ഈ ഒരു ഫിഷ് ബാർബിക്യൂ ചെയ്തതിന് ശേഷം അതിനകത്ത് ഇതുപോലെ കുറച്ച് മുളകും ഇഞ്ചിയും
വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്കറിയാലോ, ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നൂഡിൽസ് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ട് തരും. എന്നിട്ട് ഇതെല്ലാം കൂടി ഇരുന്ന്, ഇപ്പം അത് അവിടെ തീ അടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇതെല്ലാം കൂടി ഇരുന്ന് കുക്ക് ചെയ്ത് വെന്ത് ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. പിന്നെ ചോറ് ചെറിയൊരു ബൗളിൽ അവർ കൊണ്ടുത്തരും. അപ്പോൾ ആ ചോറും കൂട്ടി, ചോറല്ല മെയിനായിട്ടുള്ളത് ഈ ഒരു ഫിഷാണ്. അങ്ങനെ ഞങ്ങൾ 3 പേർക്കും കൂടെ 4 പേർക്ക് സുഖമായിട്ട് ഈ ഒരു ഫിഷ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കുറേ നാൾ കൂടി നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫിഷൊക്കെ കഴിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഒരു ഫിഷൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എല്ലാ സ്ഥലങ്ങളും എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. ഞാൻ ചൈനയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അതൊക്കെ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സീബ്ര ക്രോസിൽ വെയിറ്റ് ചെയ്യാണ് സിഗ്നൽ ആകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഒരു ലേക്കിലൊക്കെ പോയിട്ടോ. ലേക്കൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ ഫ്രണ്ട്സ് അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പുറത്ത് ഇറങ്ങി. പിന്നെ ചൈനയിൽ നമുക്ക് ഏത് സ്ഥലത്ത് കൂടെ വേണേലും ലേഡീസിന് തന്നെ യാത്ര ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പല സ്ഥലങ്ങളിലും തനിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. അത്രയും സേഫായിട്ടുള്ളൊരു രാജ്യമാണ് ചൈന. അത് പലർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അറിവിലോട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് എന്തിലൂടെ വേണേലും തനിച്ച് യാത്ര ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞങ്ങൾ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങോട്ട് വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കും. സ്ട്രീറ്റ് ആണെങ്കിലും നോക്കിക്കേ, ഏത് സമയം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ചൈനയിലെ എല്ലാ സ്ട്രീറ്റുകളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനിയിപ്പോൾ ആവുന്നതേ ഉള്ളൂ, ഇപ്പോൾ 5 മണി ആയതേ ഉള്ളൂ. 5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് ഡിന്നർ സമയം. അപ്പോഴത്തേനും ഇവിടെ എല്ലാം നിറയെ ആൾക്കാരായിരിക്കും. ഇവിടെ 6 മണി ആകുമ്പോഴത്തേനും ഡിന്നർ തുടങ്ങും. അപ്പത്തേനും എല്ലാരും ഇങ്ങനെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഹലോ, ഹായ്. ഡിന്നർ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇതെല്ലാം ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നിങ്ങളെ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കാണിച്ചു തരാവേ. ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ, പക്ഷെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ പാർട്സ് ഒക്കെ നമ്മുടെ നാട്ടിലും കിട്ടത്തില്ല, അതുപോലത്തെ ഉള്ള സാധനം ഇത് ലോട്ടസിന്റെ റൂട്ടാണ്. ഇത് ചിക്കൻ പാർട്സ്, താറാവിന്റെ തലയൊക്കെ ഉണ്ട്. ഇതുണ്ടോ, വലിയൊരു സ്ട്രീറ്റാണ്. ഈ കാണുന്നത് ഒരു ബസ് സ്റ്റോപ്പാണ്. അതിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയേ, കാണാൻ അടിപൊളിയല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.